എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു ഗ്രാമം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ബെല്ലങ്ങനെ ആ അങ്കിൾ ആഞ്ഞടിക്കും. ആ ബെല്ലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഉറക്കം ഉണർന്ന് അവരുടെ ഡെയിലി റൊട്ടീൻ പ്രാക്ടീസസ് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അവർ മിൽക്ക് കൊടുക്കാനായിട്ട് പോവും. അതിനുശേഷം ആ കൊക്കയുടെ മുകളിലൂടെ അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ നടന്നു പോവും. പിന്നീട് ആ ഒരു സ്റ്റെപ്സ് അത് കയറിക്കൊണ്ടിരിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും ആ സ്റ്റെപ്സിന്റെ എണ്ണം അത് കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല ഇപ്പൊ 50 കിലോ ഭാരമുള്ള ആമത്തോടുകൾ അത് അവർക്ക് ധരിക്കണം. ദിവസങ്ങൾ മുൻപോട്ടേക്ക് പോകുന്തോറും ട്രെയിനിങ് അതങ്ങനെ കട്ടുകട്ടിയായി മാറും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കുറേശ്ശെ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. വെള്ളത്തിലുണ്ടായിരുന്ന വലിയ ഷാർക്ക് അതുപോലും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ സ്പീഡും ലെങ്ത്തും ഒക്കെ കണ്ട് വണ്ടർ അടിക്കുകയാണ്. അവരവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ഇപ്പൊ ചെയ്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഗ്രാൻഡ്പ ആളാണെങ്കിൽ കല പഠിപ്പിക്കാൻ സമയമായി. സോ എത്രയും വേഗം അതിനി ഇവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ ഒരു തീരുമാനത്തിലേക്ക് വരും. മാസ്റ്റർ ആണെങ്കിൽ കഠിനമായിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള മാർഷൽ ആർട്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതിനുശേഷം അവർ നൈറ്റ് വീട്ടിലേക്ക് വരികയാണ്. സപ്പർ കഴിക്കുമ്പോൾ നമ്മുടെ അപ്പനും ഗോക്കും അവരാണെങ്കിൽ ആക്രാന്തത്തോടു കൂടെ മത്സരിച്ച് ഫുഡൊക്കെ വാരി തിന്ന് വീണ്ടും അവളോട് ലോഞ്ചിനോട് ഫുഡ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ലോഞ്ചാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ ഫുഡ് അത് ഉണ്ടാക്കി കൊടുക്കും. ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ അവരുടെ ആ ഒരു ആർത്തി കണ്ട് അത്ഭുതം. അപ്പാപ്പനാണെങ്കിൽ ഉരുണ്ട എന്തോ ഒരു സാധനം കഴിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതങ്ങനെ തെന്നി താഴേക്ക് വീഴുകയാണ്. അതെടുക്കാനായി സ്റ്റിക്കുമായി താഴേക്ക് കുനിയും. അപ്പോഴായിരിക്കും നമ്മുടെ ചുന്ദരിപ്പണിനെ ശ്രദ്ധിക്കുക. അപ്പാപ്പനാണെങ്കിൽ ആ ഒരു സ്റ്റിക്കുമായിട്ട് ആ ലോഞ്ചിന്റെ തൊട്ടടുത്തേക്ക് വരും. ഇവിടെ ഗോകുവും മൊട്ടപ്പനും അവർ രണ്ടുപേരും വീണ്ടും ഫുഡ് ആവശ്യപ്പെടും. അതിന് ലോഞ്ച് പറയും, ഞാനിവിടെ സർവ് ചെയ്ത് വെച്ചത് അത് തീർന്നു പോയി, ഞാൻ കിച്ചണിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അപ്പാപ്പനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ഡ്രസ്സ് ഉയർത്താനായിട്ട് പറ്റില്ല. ആളാണെങ്കിൽ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലോഞ്ച് പെണ്ണ് അവളാണെങ്കിൽ വലിയൊരു അണ്ടാവ് നിറയെ ഫുഡുമായി അവിടേക്ക് വന്ന് അത് ടേബിളിൽ വെച്ച് വീണ്ടും അവളുടെ സീറ്റിലിരിക്കും. അടുത്ത നിമിഷം ആ അണ്ടാവിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ ആ ഒരു ടേബിള് അത് പതിയെ തകർന്ന് അപ്പാപ്പന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ആളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ലോഞ്ച് പെണ്ണാണെങ്കിൽ അപ്പാപ്പനെ ടേബിളിന്റെ അടിയിൽ കണ്ട് ഞെട്ടുകയാണ്. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അപ്പോഴും അപ്പാപ്പനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞ് ആ ഫുഡ് മുഴുവൻ അപ്പാപ്പന്റെ മുകളിൽ വെച്ച് തന്നെ വാരി തിന്നും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങളും മാസങ്ങളും കടന്നുപോകും. ഇനി ആ ഒരു മത്സരത്തിന് വേണ്ടി ഒരേ ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഗോകു ആണെങ്കിൽ ഇപ്പൊ ആവശ്യത്താൽ ഓടി വന്ന് മാസ്റ്ററിനെ പിടിച്ചു വലിക്കുകയാണ്. മാസ്റ്റർ, ഒരു സർപ്രൈസ് ഉണ്ട്, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറഞ്ഞ് ലോഞ്ചുമായിട്ട് സല്ലപിച്ചിരുന്ന മാസ്റ്ററിനെ പിടിച്ചു വലിച്ച് അവനാണെങ്കിൽ മാസ്റ്റർ മുൻപ് കാണിച്ചു കൊടുത്ത ആ ഒരു ജയന്റ് പാറയുടെ അടുത്തേക്ക് ഇപ്പൊ മാസ്റ്ററിനെ കൊണ്ടുവരും. അതിനുശേഷം അവർ രണ്ടുപേരും പറയും, മാസ്റ്റർ അല്ലേ പറഞ്ഞ് ഈ ഒരു വലിയ പാറ അതൊരല്പം നീക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മാർഷൽ ആർട്സ് അത് പഠിപ്പിച്ചു തരാമെന്ന്. നൂതന കലകളുടെ ട്രെയിനിങ് അത് തരാൻ സമയമായി, ഞങ്ങൾ രണ്ടുപേരും ഈ പാറ അത് മൂവ് ചെയ്യാൻ പഠിച്ചു എന്ന് പറഞ്ഞ് ആദ്യം ഗോകു ഒരുപാട് പണിപ്പെട്ട് അതിലല്പം നീക്കും. അതിനുശേഷം മൊട്ടപ്പനും ബാക്കി ഒരല്പം കൂടെ നീക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പാപ്പനാണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. ഓ നോ, ഈ പിള്ളേര് കരുതും പോലെയല്ല, വളരെ സ്ട്രോങ് ആണ്. അതിനുശേഷം അപ്പാപ്പനാണെങ്കിൽ അവരെ രണ്ടുപേരെയും വിളിച്ച് അവരോട് പറയും, സത്യത്തിൽ നിങ്ങളുടെ ട്രെയിനിങ് അത് അവസാനിച്ചു. പ്രത്യേകിച്ച് ആയോധന കലകളൊന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ടില്ല. നിങ്ങൾ ഓരോ ദിവസവും ട്രെയിനിങ് ചെയ്ത് നിങ്ങൾ പോലും അറിയാതെ കൂടുതൽ ഡെവലപ്ഡ് ആയിരിക്കുകയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ നിങ്ങൾ ഒരുപാട് വികസിച്ചു. നിങ്ങളിപ്പോൾ ഞാൻ പോകുന്ന ആ വലിയ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് തീർത്തും അനുയോജ്യർ തന്നെയാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാനില്ല. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവർ ചോദിക്കും, പോരാടണമെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫൈറ്റിംഗ് മെത്തേഡ് അതൊക്കെ പഠിക്കണ്ടേ? അതൊന്നുമില്ലാതെ ഞങ്ങൾ എങ്ങനെ ആ കോമ്പറ്റീഷനിൽ ജയിക്കും? അതിന് മാസ്റ്റർ പറയും, നിങ്ങൾ ഇവിടേക്ക് വന്നത് ജയിക്കാനല്ല, മറിച്ച് പഠിക്കാനാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ടൂർണമെന്റ് നിങ്ങളുടെ ഒരു പരിശീലനം തന്നെയാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അത് വേണ്ട. ടൂർണമെന്റിൽ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ കണ്ടും മനസ്സിലാക്കിയായിരിക്കും അവസാനം ആ വിജയത്തിലേക്ക് എത്തുക. സോ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഒരു 100 കിലോ ഭാരമുള്ള ആമത്തോട് അത് ധരിച്ച് ഇതെല്ലാം ചെയ്യുക എന്നതാണ്. അത് കേട്ട് അവരാണെങ്കിൽ ഫ്ലാറ്റ് ആവും. അതിനുശേഷം വീണ്ടും അവർ ആ റോഡ് പണിയിൽ അതിലേർപ്പെടുകയാണ്. കട്ട് ചെയ്ത അന്ന് നൈറ്റ് ഏതോ ഒരാള് ഇപ്പൊ കാട്ടിലൂടെ ഉഷാറായിട്ട് ഓടുന്നതായിട്ട് കാണിക്കും. കാടിന്റെ നടുവിലേക്ക് ഓടി വന്ന അവനാണെങ്കിൽ ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അടുത്തുണ്ടായിരുന്ന വലിയൊരു മല അതങ്ങനെ ഇട്ടിച്ച് തകർത്ത് താഴെയിടുകയാണ്. നേരം അങ്ങനെ പതിയെ പുലർന്നു വരും. മറ്റാരുമല്ല, നമ്മുടെ ഹാൻസം ബോയ്. അവനാണ് നൈറ്റ് ഫുൾ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് 1 മന്തായിട്ട് ഈ കാട്ടിൽ ട്രെയിനിങ് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ നല്ല സ്ട്രോങ് ആയി, ഇനി എനിക്ക് തിരികെ പോകാൻ സമയമെന്ന് പറയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് മുൽമ. അവനാണെങ്കിൽ റാബിറ്റിനോട് ദേഷ്യപ്പെട്ട് പറയും, അവനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അവന് എന്നെ യാതൊരു മിസ്സിങ്ങും ഇല്ല,
അവൻ ഒരാഴ്ച എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ 2 ആഴ്ചയല്ല 3 ആഴ്ചയല്ല 4 ആഴ്ച കഴിഞ്ഞു. ഒരു ലെറ്ററോ ഒരു റോസോ ഒന്നും തന്നെ എനിക്ക് അയച്ചില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ താഴെ പോയ ഒരു ഓറഞ്ച് അതെടുക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം വലിയൊരു ലോറി അത് അവൾക്കെതിരായിട്ട് ചേറി പാഞ്ഞു വരും. അടുത്ത നിമിഷം അവിടേക്ക് ആരോ ചാടി വീണ് അവളങ്ങനെ തൂക്കിയെടുത്ത് ആ ഒരു ട്രക്കിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അവൾ ആരാണെന്ന് നോക്കും. മുടിയും താടിയൊക്കെ വളർന്ന ഏതോ ഒരു ഭീകര രൂപം. അവളാണെങ്കിൽ പേടിച്ച് ദൂരേക്ക് മാറും. അതിനുശേഷം അവനെ സൂക്ഷിച്ചു നോക്കും. അപ്പോഴായിരിക്കും അവൾക്ക് മനസ്സിലാവുക അവളുടെ ചുന്ദരം പയ്യൻ ഹാൻസം ബോയിയാണ് അവളെ രക്ഷിച്ചതെന്ന്. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഓടി വന്ന് ഇപ്പൊ അവനെ ഹഗ് ചെയ്യും. അതിനുശേഷം അവനോട് പിണങ്ങി മാറി നിൽക്കുകയാണ്. നിന്നോട് ഞാൻ മിണ്ടില്ല, കാരണം നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. ഒരുപാട് ദിവസങ്ങളായി നിന്റെ ഒരു ലെറ്ററിന് വേണ്ടി ഒരു ഫ്ലവറിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു, നീ ഒന്നും എനിക്ക് തന്നില്ല എന്ന് പറയും. ഇവിടെ റാബിറ്റ് ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇപ്പോ ഹാൻസം ബോയിനെ ഹഗ് ചെയ്യുകയാണ്. അതിനുശേഷം ഹാൻസം ബോയും ബൊൽമയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സംസാരിച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കി ഇപ്പോൾ അവരുടെ റൂമിലേക്ക് പോകും. മാസങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് ഇനി ആ മത്സരത്തിന് ഒരേ ഒരു ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് മത്സരത്തിനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അപ്പാപ്പനാണെങ്കിൽ ഇപ്പോൾ അവരോട് പറയും, നിങ്ങളിപ്പോൾ എല്ലാം കൊണ്ടും തയ്യാറായിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പുറകിലുള്ള ആ ഷെല്ല് അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരാണെങ്കിൽ ആ ഷെല്ലുകൾ അങ്ങനെ താഴെ വെക്കുകയാണ്. അതിനുശേഷം തുള്ളിച്ചാടും. വലിയൊരു ഭാരം ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ ശരീരം അത് തൂവൽ പോലെയാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മുകളിലേക്ക് ആഞ്ഞു തുള്ളും. മുകളിലേക്ക് നല്ല ഫോഴ്സിൽ ജമ്പ് ചെയ്യാണ്. അവർ രണ്ടുപേരും ഇപ്പൊ പഴയതിനെ കഴിഞ്ഞും ഉയരത്തിൽ അങ്ങനെ ഫ്ലൈ ചെയ്തു പോകും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതം. ഇപ്പോഴാണ് മാസ്റ്റർ ആ ഒരു ഷെല്ല് അത് ഇടാൻ പറഞ്ഞതിന് ട്രിക്ക് അവർക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ശരിക്കും പവർഫുള്ളായി നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ആയിട്ട് താഴെ വന്ന് ലാൻഡ് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും ലോഞ്ച് അവൾ പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സും കോട്ടും ക്യാപ്പൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരിക. നാളെ മത്സരമാണ്, രണ്ടുപേരും നല്ല സ്മാർട്ടായിട്ട് വേണം മത്സരിക്കാൻ എന്ന് പറഞ്ഞ് അവളെ ഡ്രസ്സുകൾ കൊടുക്കും. അവർക്കാണെങ്കിൽ ഡബിൾ ഹാപ്പി. അവരെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരും. ലോഞ്ച് ആണെങ്കിൽ ഒരുപാട് ഹാപ്പിയായി അവരുടെ പുതിയ ഡ്രസ്സും ഗെറ്റപ്പും ഒക്കെ അങ്ങനെ കണ്ട് ആസ്വദിക്കും. വാവ്, സത്യത്തിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് ചേരുന്നുണ്ട്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പാപ്പനാണെങ്കിൽ കാർ ലഗേജ് ഒക്കെ അടുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആൾക്കാരോട് പറയും, പ്ലെയിൻ ലേറ്റ് ആവും, എത്രയും വേഗം നമുക്ക് യാത്ര പുറപ്പെടണം. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ലോഞ്ചിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കാറിലേക്ക് കയറുകയാണ്. അപ്പാപ്പനും ലോഞ്ചിനോട് യാത്ര പറഞ്ഞ് അവരിപ്പോ അങ്ങനെ പുറപ്പെടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ പ്ലെയിനിൽ ട്രാവൽ ചെയ്യുകയാണ്. അപ്പാപ്പനാണെങ്കിൽ എയർ ഹോസ്റ്റസിനെ കണ്ട് കൺട്രോൾ പോയി അവളുടെ നിതംബത്തിലൊന്ന് തലോടും. അവളാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് അത് അപ്പാപ്പന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ആണെങ്കിൽ അല്പസമയം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം താഴേക്ക് നോക്കും. താഴെ ഒരുപാട് ലൈറ്റ്സ്. അതിന് അപ്പാപ്പൻ പറയും, നമ്മൾ ഓൾമോസ്റ്റ് സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നീ കാണുന്നത് സിറ്റി ലൈറ്റ്സ് ആണ്. ഇനി എത്രയും വേഗം അവിടെ എത്തിക്കഴിഞ്ഞ് മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടാക്സി പിടിച്ച് ഇപ്പൊ കൊളോസിയത്തിലേക്ക് വരും. അതിനുശേഷം അവരുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ ഗോക്കു കാണുകയാണ്. അവനാണെങ്കിൽ ഗോകുവിന്റെ പേര് വിളിച്ച് ഗോകുവിന്റെ അടുത്തേക്ക് വരും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ ആരാണെന്ന് ചോദിക്കും. അതിന് ഹാൻസം ബോയ് ആണെങ്കിൽ ആക്ഷനൊക്കെ ഇട്ട് ഇത് ഞാനാണെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, എനിക്ക് നിന്നെ പെട്ടെന്ന് മനസ്സിലായില്ല, നീ നിന്റെ ഹെയർ അത് കട്ട് ചെയ്തോ? അതിന് ഹാൻസം ബോയ് പറയും, അതെ, ഞാൻ എൻ്റെ ഹെയർ അത് ഗ്രൂം ചെയ്തു. ഒൽമയ്ക്ക് എൻ്റെ ഹെയർ അങ്ങനെ നീട്ടി വളർത്തിയത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. നീ ഇവിടെ മത്സരിക്കാൻ വന്നതാണോ? അതിന് ഗോകു പറയും, അതെ, ഞാൻ മാത്രമല്ല, എൻ്റെ ഈ ഫ്രണ്ട് മൊട്ടപ്പൻ, ഇവനും ഞാനും മത്സരിക്കാനാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങളുടെ മാസ്റ്ററും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗോകു ആണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോഴായിരിക്കും നമ്മുടെ മൊൽമയും ബാക്കിയുള്ള ആൾക്കാരും അവിടേക്ക് കടന്നു വരിക. പിന്നീട് അവരെല്ലാവരും ഒന്നിച്ചൊരു ക്വാർട്ടേഴ്സിൽ റൂം എടുത്ത് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം നമ്മുടെ ഗോകുവും മൊട്ടപ്പനും അവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യാൻ ആ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരും. റിപ്പോർട്ടിങ്ങിന് ശേഷം അപ്പാപ്പനാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ്യൂം കൊടുക്കുകയാണ്. അവർക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പാപ്പനാണെങ്കിൽ അവരോട് പറയും, എനിക്കിനി അകത്തേക്ക് വരാൻ കഴിയില്ല, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയും. മറ്റൊരു ഭാഗത്ത് ഹാൻസം ബോയ് അവനും എല്ലാവരോടും യാത്ര പറഞ്ഞ് മത്സരിക്കാൻ അകത്തേക്ക് കയറും. ഇവിടെ അകത്തേക്ക് വന്ന ഗോകുവും മൊട്ടപ്പനും ആണെങ്കിൽ അവിടെ മത്സരിക്കാൻ എത്തിയ ആളുകളെ കണ്ട് വണ്ടർ അടിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.